ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നാലാമത്തെ അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിലായി. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ പാങ്ങപ്പാറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് SIT സംഘം ബൈജുവിനെ അറസ്റ്റ് ചെയ്തത്. കട്ടിലപ്പാളി കവർച്ച കേസിൽ നാലാം പ്രതിയാണ് ബൈജു. ശ്രീകോവിൽ കട്ടിലപ്പടിയുടെ മഹസർ തയ്യാറാക്കിയപ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിൽ ഒപ്പുവെച്ചതും ഇദ്ദേഹമായിരുന്നു. ബൈജുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. രാജീവ് നൽകും കൂടുതൽ വിവരങ്ങൾ. രാജീവ്, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത എനിക്ക് പിന്നിലുള്ള ഈഞ്ചക്കലിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. രാത്രി വൈകിയും ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വരികയാണ്. 2019 കട്ടിലപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്ത് KS ബൈജു ആയിരുന്നു അവിടെ തിരുവാഭരണ കമ്മീഷണറായി ഉണ്ടായിരുന്നത്. മഹസറിൽ ചെമ്പ് എന്ന് ഈ കട്ടിലപ്പാളികൾ രേഖപ്പെടുത്തിയതും ബൈജുവാണ്. മാത്രമല്ല 2019 ജൂലൈയിൽ ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സമയത്ത് ദേവസ്വം തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല. ഗൂഢാലോചനയ്ക്ക് വേണ്ടി KS ബൈജു അവിടെ നിന്ന് മാറി നിന്നു എന്നാണ് നിലവിൽ SIT കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസിന് സമാനമായ രീതിയിലുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് KS ബൈജുവിനെ പ്രതി ചേർത്തത്. കട്ടിലപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ 7ാം പ്രതിയാണ് KS ബൈജു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം SIT തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് രാത്രി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി, ഫ്ളാറ്റിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത ഈഞ്ചക്കലിലേക്ക് കൊണ്ടുവന്നത്. വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഇപ്പോൾ നടന്നു വരികയാണ്. ഏതായാലും കൂടുതൽ അന്വേഷണ സംഘത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തും. തുടർന്ന് വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലുകൾ നടത്തും. ഇതിനുശേഷം ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇന്ന് സുധീഷ് കുമാറിൻ്റെയും ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ മുരാരി ബാബുവിൻ്റെയും കസ്റ്റഡി അപേക്ഷ റാന്നി കോടതി പരിഗണിക്കുന്നുണ്ട്. ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ അവരെയും ഇവിടേക്ക് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തും. അതായത് കേസിലെ 4 പ്രതികളാണ് നിലവിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, 2 ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബു, സുധീഷ് കുമാർ. ഈ 3 പ്രതികൾ നിലവിലിപ്പോൾ തന്നെ അറസ്റ്റിലാണ്. അതിനൊപ്പമാണ് കേസിലെ മറ്റൊരു പ്രധാന പ്രതി കൂടിയായ KS ബൈജുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി KS ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഏതായാലും കേസിൽ വളരെ നിർണായകമായ പങ്ക് KS ബൈജുവിന് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. 2019 അദ്ദേഹം ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചിരുന്നു. അതിനു മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 2019 ഫെബ്രുവരിയിലാണ് ഈ കട്ടിലപ്പാളികൾ കടത്തിക്കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അന്ന് അദ്ദേഹം തിരുവാഭരണം കമ്മീഷണറായിരുന്നു. അതിനുശേഷം കട്ടിലപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവിടെ മുതലാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത്. പ്രധാനമായും ഈ കട്ടിലപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നു. തുടർന്ന് മഹസർ തയ്യാറാക്കുന്നു. ഈ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അന്ന് തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് SIT സംശയിക്കാനുള്ള കാരണം. നേരത്തെ ദേവസ്വം വിജിലൻസിന് സമാനമായ രീതിയിലുള്ള റിപ്പോർട്ട് KS ബൈജുവിനെതിരെ നൽകിയിരുന്നു. KS ബൈജുവിൻ്റെ അറിവോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് ഈ കട്ടിലപ്പാളികൾ കൊണ്ടുപോയത്. കൃത്യമായ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ മഹസറിൽ ഒപ്പിട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ദേവസ്വം വിജിലൻസും കണ്ടെത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് SITയും കണ്ടെത്തലിലേക്ക് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത്. പിന്നീട് 2019 ജൂലൈയിലാണ് ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു അവിടേക്ക് എത്തിയിരുന്നില്ല. ഈ ഗൂഢാലോചനയ്ക്ക് വേണ്ടി അദ്ദേഹം ബോധപൂർവം അവിടെ നിന്ന് മാറി നിന്നു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇതുകൂടി പരിഗണിച്ചാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്നത്. കേസിലെ വളരെ നിർണായകമായ മറ്റൊരു അറസ്റ്റ് കൂടിയാണ് SIT നടത്തിയിരിക്കുന്നത്. ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ദേവസ്വം ബോർഡിൽ ആ ഘട്ടത്തിലുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി അറസ്റ്റിലാകാനുള്ളത് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവാണ്. സുധീഷ് കുമാറിനെയും അതുപോലെ തന്നെ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം N വാസുവിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ നേരത്തെ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നു. പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തെ സാവകാശമാണ് പത്മകുമാർ ചോദിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനകം പത്മകുമാറും ചോദ്യം ചെയ്യലിന് വിധേയനാകും. തുടർന്ന് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അനു. ശരി രാജീവ്.